2025 ഈ ശനിയുടെ മാറ്റം ഈ വരുന്ന ശനിയാഴ്ച ശനി മാറുന്നുണ്ട്. അതെങ്ങനെയായിരിക്കും ബാക്കിയുള്ളവരെ ബാധിക്കുക? 2025 പ്രശ്നമുണ്ട്. കാരണം ടോട്ടൽ ചെയ്യുമ്പോൾ 9 9 ചൊവ്വയാണ്. ചൊവ്വ രക്തത്തെയും വഴക്കിനെയും ബഹളത്തെയും സൂചിപ്പിക്കുന്നതാണ് ചൊവ്വ. കർക്കിടകൻ രാശിക്കാർക്ക് 9 ശനി നല്ലതാണ്. ഇവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കെയർഫുൾ ആണെന്ന് വെച്ചാൽ ഭദ്രകാളി പ്രാർത്ഥിക്കുക, സുബ്രഹ്മണ്യ സ്വാമി പ്രാർത്ഥിക്കാം. ഇനി കന്നിരാശിക്കാർക്ക് വരാൻ പോണത് കണ്ടകശനിയാണ്. 7ാം ഭാവത്ത് കണ്ടകശനി വരാൻ പോകും. കണ്ടകശനി എന്ന് പറയുമ്പോൾ അവർക്ക് ഭാര്യയ്ക്ക് അസുഖം വരിക, ഭാര്യപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുക, വാക്കുതരങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാവുക. 11 ചൊവ്വയാണ്, കിട്ടേണ്ട പൈസ കിട്ടാതിരിക്കുക. മകരക്കൂറുകാർക്ക്, അതായത് ഉത്രാടം അവസാനം, തിരുവോണം, അവിട്ടമാദ്യം, ഈ പാതകൾക്ക് ഇത്ര നാൾ അനുഭവിച്ചത് 7ര ശനി മാറി ഇനി അവർക്കൊരു ഐശ്വര്യം വരാൻ പോവുകയാണ്. ശനിയുടെ മാറ്റം കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് ഒരുപാട് ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു മാനസിക പ്രശ്നങ്ങൾ മാറുവാനുള്ളൊരു മഹാഭാഗ്യമാണ് നമ്മളെ തേടി വരുന്നത്. അപ്പോൾ ഈ വർഷം 2025 ഈ ശനിയുടെ മാറ്റം ഈ വരുന്ന ശനിയാഴ്ച ശനി മാറുന്നുണ്ട്. അതെങ്ങനെയായിരിക്കും ബാക്കിയുള്ളവരെ ബാധിക്കുക? ബാക്കിലേക്ക് സ്വാഗതം മാഡം. നമസ്കാരം. ശനിയുടെ മാറ്റത്തെക്കുറിച്ച് ഒന്ന് പറയാം. 7.5 കൊല്ലമായിട്ട് ഏഴര ശനി അനുഭവിച്ചവരും കണ്ടകശനിയായിട്ട് അനുഭവിച്ചവരും എല്ലാം ഒരുപാട് ദുരിതങ്ങളിലേക്ക് താങ്ങും. പ്രത്യേകിച്ച് മകരക്കൂറുകാർ, ഉത്രാടം, തിരുവോണം, അവിട്ട ആദ്യ ഭാഗം, ഇവർ വളരെയധികം ക്ലേശങ്ങളൊക്കെ അനുഭവിച്ചു. ശാരീരികവും മാനസികമായിട്ടും ധനപരമായിട്ടും ഒരുപാട് ക്ലേശങ്ങൾ. അവർക്കൊരു മോചനമാണ് ഈ ശനിയാഴ്ച. ഈ മാർച്ച് 29 വൈകുന്നേരം 9 ശേഷം ശനി മാറുകയാണ്. ശനി മാറിക്കഴിയുമ്പോൾ അവർക്കൊരു ആശ്വാസമാണ് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ഈ ശനി ദോഷം, ഈ ശനി മാറ്റം എല്ലാ രാശിക്കാരെയും എങ്ങനെ ബാധിക്കും നോക്കാം. മേടൻ രാശിയാണ് ആദ്യത്തെ രാശി. മേടൻ രാശി എന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തികാദ്യം. ഈ രാശിക്കാർക്ക് 12 ശനിയാണ്. 7ര ശനി തുടങ്ങുകയാണ്. 7ര ശനി തുടങ്ങുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ മകരൻ രാശിക്കാർക്ക് അനുഭവിച്ച ദുഃഖം ഇവർ വരികയാണ്. 12. പക്ഷെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ശനി നിൽക്കുന്നത് വ്യാഴക്ഷേത്രത്തിലാണ്. അതുകൊണ്ട് ഒത്തിരി ഉപദ്രവമൊന്നും വരില്ലെങ്കിലും 7ര ശനി തന്നെയാണ്. ഈ ശനി ദശ 7ര ശനി വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പങ്ക്ച്വലായിരിക്കണം. എപ്പോഴും പങ്ക്ച്വാലിറ്റി ഉള്ളവരെ ശനി ഒരിക്കലും ഉപദ്രവിക്കില്ല. എപ്പോഴും രാവിലെ നേരത്തെ എഴുന്നേൽക്കുക. ശനിയാണല്ലോ, മടി വരും ശനി വരുമ്പോൾ. പിന്നെ കറുത്ത വസ്ത്രങ്ങൾ ധാരാളം ധരിക്കാതിരിക്കുക. ചെരുപ്പുകൾ ഇടയ്ക്ക് മാറ്റുക. ചെരുപ്പമ്മേ കൂടി ശനി വരും. ചെരുപ്പിൻ്റെ ഈ പൊടികളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ നടന്നു വരുന്ന സമയത്ത്. അപ്പോൾ അതൊക്കെ ശനി ബാധിക്കാൻ സാധ്യതയുള്ള സാധനം. അഴുക്കുള്ള വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക. എന്നും കുളിച്ച് ഫ്രഷായിട്ട് നല്ല വസ്ത്രങ്ങൾ ധരിക്കുക. നീല വസ്ത്രം ധരിക്കാം. കറുപ്പ് അധികം ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെ ഈ കറുപ്പ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ശനി ഏക്കില്ല. പിന്നെ ചെയ്യേണ്ടത് ശനിയാഴ്ച തോറും എത്ര നോൺ കഴിക്കുന്നവരും വെജിറ്റേറിയൻ ആവുക. ശനിയാഴ്ച തോറും ശിവക്ഷേത്രത്തിലോ ശാസ്താക്ഷേത്രത്തിലോ പോയി തൊഴുക. ശിവക്ഷേത്രത്തിൽ ധാര, പിൻവിളക്ക്, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യുക. ശാസ്താക്ഷേത്രത്തിൽ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം കത്തിക്കുക. അത് വൈകുന്നേരം നീരാഞ്ജനം കഴിക്കാൻ ധനത്തിനും ഒരു ഉയർച്ചയുണ്ടാവും, ധന ഉയർച്ച ഉണ്ടാവും. ഇങ്ങനെ ചിട്ടയായിട്ട് പോയി കഴിഞ്ഞാൽ 7ര ശനിയല്ല, എന്ത് ശനിയായാലും ആരെയും ബാധിക്കില്ല. പങ്ക്ച്വാലിറ്റിയാണ് പ്രധാനം ശനിക്ക്. സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക, ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക, മുരുകനെ പ്രാർത്ഥിക്കുക, ശിവനെ പ്രാർത്ഥിക്കുക. അതുപോലെ ഹനുമാൻ സ്വാമി ശനി നിരോധിക്കുന്ന ആളാണ് ഹനുമാൻ സ്വാമി. ഇങ്ങനെ ഇവരെയൊക്കെ പ്രാർത്ഥിക്കുകയും നിരന്തരമായ കാര്യങ്ങളും ദാനധർമ്മങ്ങൾ ചെയ്യുക. ശനിയാഴ്ചക്കാർക്ക് എന്ത് ദാനം കൊടുക്കാം. മാതാപിതാക്കൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അവരെ എത്ര സാമ്പത്തികം ഉണ്ടെങ്കിലും ഒന്ന് ചെന്ന് കാണുക, ഫ്രൂട്ട്സ് വാങ്ങിച്ചു കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശനിയുടെ ഉപദ്രവം ഈ മേടരാശിക്കാർക്ക് ആർക്കും തന്നെ ഉണ്ടാവില്ല. പിന്നെ രണ്ടാമത്തതാണ് ഇടവൻ രാശി. ഇടവൻ രാശിയെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. 11 ശനി വരിക, 2 വ്യാഴം വരെ, വളരെ സൂപ്പർ കാലമാണ് അവർക്ക്. ഇടവൻ രാശി കഴിഞ്ഞ വർഷം അവർക്ക് ശരിക്കും ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവർക്ക് വരാൻ 11 ശനി. 10 ശനി കർമ്മത്തിനൊക്കെ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അവർക്ക് വരാൻ 11 ശനിയാണ്. സൂപ്പർ സമയമാണ്. 2.5 കൊല്ലം നല്ലതാണ്. വ്യാഴമാണെങ്കിൽ 2ൽ വരുന്നു, വളരെ നല്ലതാണ്. വ്യാഴം 3 വ്യത്യാസം ഉണ്ടെന്നാലും വ്യാഴം 2ലാണ് വരുന്നത്. അവരെ സംബന്ധിച്ചോളം ഈ സമയം നമ്മൾ മാക്സിമം അവർ പ്രയത്നിച്ച് കാര്യം നടത്തുക. ഇപ്പോൾ ശനി 2 വെറുതെ ഇരിക്കരുത്. മാക്സിമം എഫേർട്ട് ചെയ്തെല്ലാം നേടുക. എങ്കിലും ഈ ശനി മാത്രം പറയാൻ പറ്റില്ല. ദശാപഹാര കാലങ്ങളുണ്ടാവും അവർക്കും. അവരുടെ ദശാപഹാരങ്ങൾ കാലങ്ങൾക്കനുസരിച്ച് ശനി 11 വേറെ ദോഷങ്ങളൊക്കെ വരാം. ഇപ്പോൾ രാഹുദശയുള്ളവർക്കും അതുപോലെ തന്നെ കേതുദശ, അങ്ങനെ പല ദശകളും. അപ്പോൾ ദശാപഹാരങ്ങൾ എന്താണെന്ന് അന്വേഷിച്ച് അതിനനുസരിച്ച് അത് ദശാനാഥന്മാർക്ക് വേണ്ടുന്ന വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ
അവരുടെ കാര്യം വളരെ ഭംഗിയായിരിക്കും. എങ്കിലും പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം ഇടവൻ രാശിക്കാരും. അപ്പോൾ കാർത്തിക അവസാനവും രോഹിണി മകീരം ആദ്യമാണ് ഈ ഇടവൻ രാശി സംബന്ധിച്ച് വരുന്നത്. ഇനി അടുത്തത് വരുന്നതാണ് മിഥുനൻ രാശിക്കാർ. മിഥുനൻ രാശിക്കാർക്ക് കർമ്മഭംഗങ്ങൾ വരാം. കാരണം കണ്ടകശനിയാണ് വരുന്നത്, കർമ്മത്തിലാണ് ശനി വരുന്നത്. 10 ശനി വരുന്നത്. അപ്പോൾ കർമ്മവിനകൾ വരാം, ബുദ്ധിമുട്ടുകൾ വരാം, ജോലി സ്ഥലത്ത് ബുദ്ധിമുട്ട് വരാം, മാനസികമായ ബുദ്ധിമുട്ട് വരാം, ഇങ്ങനെ പല കാര്യങ്ങളും വരാം. പക്ഷെ വ്യാഴം കൂടെ ഉണ്ട്, എന്നാലും ബുദ്ധിമുട്ടുകൾ വരാം. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി മിഥുനൻ രാശിനാഥൻ ബുധനാണ്. അപ്പോൾ കൃഷ്ണനെയോ ഹനുമാനെയൊക്കെ പ്രാർത്ഥിക്കുക. ഹനുമാൻ ക്ഷേത്രങ്ങളിൽ മാസത്തിലൊരിക്കൽ പോവുക. ചൊവ്വാഴ്ചയോ ശനിയാഴ്ചയോ ഹനുമാൻ ക്ഷേത്രത്തിൽ പോയി വെറ്റിലമാല സമർപ്പിക്കണമെങ്കിൽ വളരെ നല്ലതാണ്. മിഥുനൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മകീരം അവസാനം, തിരുവാതിര, പുണർദം ആദ്യം. ഈ 3 നക്ഷത്രങ്ങളാണ് ഇതിൽപ്പെട്ടത്. അപ്പോൾ ഇവരുടെ ദശാ അപഹാര കാര്യങ്ങൾ ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ. തിരുവാതിര നക്ഷത്രം ഒരുപാട് കഷ്ടപ്പെട്ട സമയമാണ്. ഇപ്പോൾ അത് മാറാൻ പോവുകയാണ് അവർക്ക്. നല്ല കാലം വരിക. 12 വ്യാഴമായിരുന്നു, 10 ശനിയായിരുന്നു, ഒക്കെ മാറി അവർക്ക് നല്ല കാലം വരാം. നല്ല കാലം വരുന്ന സമയമാണ്. എങ്കിലും കർമ്മ തടസ്സങ്ങളും കർമ്മവിനകളും ആവശ്യമില്ലാത്ത അപവാദങ്ങൾ കേൾക്കുക, നമ്മൾ ചെയ്യാത്ത കുറ്റങ്ങൾ കേൾക്കുക, ഇതൊക്കെ പരിഹാരമായിട്ട് ശനീശ്വരനെ പ്രാർത്ഥിക്കുക, ഹനുമാനെ പ്രാർത്ഥിക്കുക. ഇതൊക്കെ ചെയ്താൽ അവർക്ക് ആ ദോഷം മാറിക്കിട്ടും. ഇനി അടുത്തതായിട്ട് വരുന്നത് കർക്കിടകൻ രാശി എന്ന് പറയും. കർക്കിടകൻ രാശിക്കാർക്ക് 9 ശനി നല്ലതാണ്. അത് വളരെ നല്ല കാര്യമാണ്. കാരണം 9 ശനി ആത്മീയമായിട്ട് ഉയരം, ആത്മീയമായിട്ട് ഉയരാം, ആത്മീയമായ കാര്യങ്ങൾ ചെയ്യാനും എല്ലാത്തിനും നല്ലതാണ്. വ്യാഴാണ് ഈ 12 അപ്പോൾ അത് പോയി. വ്യാഴം 12 വരില്ലേ, മെയ് 14 വ്യാഴം വരെ വന്നല്ലേ. ചൊവ്വ നീചത്തിലേക്ക് വരികയാണ്. മിഥുനൻ രാശിയുടെയും ചൊവ്വ 2 വരെയാണ്. അപ്പോൾ കുടുംബജീവിതം, ധനങ്ങളൊക്കെ ബുദ്ധിമുട്ട് വരുന്ന സമയമാണ്. അതുപോലെ കർക്കിടകൻ രാശിക്കാർക്കും ചൊവ്വ കൂടെ വരിക. അപ്പോൾ ലഗ്നത്തിൽ ചൊവ്വ വരുമ്പോൾ മറ്റുള്ളവർക്കൊരു അപ്രീതി വരിക, കാണുമ്പോൾ ഒരു ദേഷ്യം വരിക, ആവശ്യമില്ലാത്ത വാശി വരിക, വഴക്കുണ്ടാക്കാനുള്ള ഒരു പ്രവണത വരിക. ഇതൊക്കെ ഇവർക്കും സംഭവിക്കാവുന്നത്. ഏപ്രിൽ 3-ാം തീയതി ആകുമ്പോഴേക്കും ചൊവ്വ നീചത്തിലേക്ക് വരും. ഇവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കെയർഫുൾ ആണെന്ന് വെച്ചാൽ ഭദ്രകാളിയെ പ്രാർത്ഥിക്കുക, സുബ്രഹ്മണ്യ സ്വാമി പ്രാർത്ഥിക്കാം, മുരുകനെ അല്ലെങ്കിൽ ഭദ്രകാളിയെ പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ ഈ ശനീശ്വരനൊക്കെ പ്രാർത്ഥിക്കുക. 9 ശനി നല്ലതാണ്, 12 വ്യാഴമാണ്. അപ്പോൾ എല്ലാ വ്യാഴാഴ്ചകളും വ്യാഴാഴ്ച ഒരിക്കലെടുക്കുക. വിഷ്ണു സഹസ്രനാമം ദിവസവും ജപിക്കുക. വിഷ്ണു ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ക്ഷേത്രങ്ങളിൽ വ്യാഴാഴ്ച വ്യാഴകോരയിൽ പോയി തൊഴുത് തുളസിമാല, തൃക്കൈവെണ്ണ, അവനവനാവുന്നത് എന്താണെന്ന് വെച്ചാൽ അവനവൻ്റെ യഥാശക്തി വഴിപാട് ചെയ്യുക. ഏറ്റവും വേണ്ടത് നാരായണ ജപിക്കുക. ഓം നമോ നാരായണ ജപിക്കുക. അവിടെ പോയിരുന്നു ഏറ്റവും വലിയ കാര്യം. 4 പ്രദക്ഷിണം വെച്ച് ഓം നമോ നാരായണ, ഒരു നാണയം ഭണ്ണാരത്തിലിട്ട് തൊഴുതു വന്ന് അവരുടെ ഈ വ്യാഴത്തിൻ്റെ ബുദ്ധിമുട്ട് മാറിക്കിട്ടും. അടുത്തതാണ് ചിങ്ങൻ രാശിക്കാർ. ചിങ്ങൻ രാശിക്കാർക്ക് വലിയ പ്രശ്നമില്ല, പ്രതീക്ഷയുള്ള അഷ്ടമത്തി ശനി വലിയ പ്രശ്നമില്ല. അഷ്ടമത്തി ശനിയാണെങ്കിലും അത് വലിയ കുഴപ്പമില്ല. പിന്നെ അവർക്ക് വ്യാഴം 11-ലാണ്. വിചാരിച്ച കാര്യം നിൽക്കും, കർമ്മസിദ്ധി, ജോലി കിട്ടാത്തവർക്ക് ജോലി, സന്താനമില്ലാത്ത സന്താനം, വീട് വയ്ക്കാവുന്ന വീട്, വാഹനം, ഇതെല്ലാം നേടേണ്ട സമയമാണ് 11 വ്യാഴം. 12 ചൊവ്വയായാലും സാരില്ല. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും 12 ചൊവ്വയാകുമ്പോൾ അപവാദങ്ങൾ കേൾക്കാതെ ശ്രദ്ധിക്കണം. ജാമ്യം നിൽക്കുക, അങ്ങനത്തെ കാര്യം ചെയ്യാതെ നിന്നാൽ മതി. ബാക്കിയെല്ലാം ചിങ്ങൻ രാശിക്കാരെന്ന് പറയുമ്പോൾ കർക്കിടക രാശിയിൽ ആരൊക്കെയാണെന്ന് വെച്ചാൽ പുണർദ അവസാനം, പൂയം, ആയില്യം, വൃക്ഷസന്ധിയാണത്. ചിങ്ങരാശിയിൽ വരുന്നത് മകം, പൂരം, ഉത്രമാദ്യം. ഇവർക്കൊക്കെ വളരെ സാമാന്യം നല്ല ഫലമാണ് കാണുന്നത്. ഇനി കന്നിരാശിക്കാർക്ക് വരാൻ പോണത് കണ്ടകശനിയാണ്. 7-ാം ഭാവത്ത് കണ്ടകശനി വരാൻ പോവാം. കണ്ടകശനി എന്ന് പറയുമ്പോൾ അവർക്ക് ഭാര്യയ്ക്ക് അസുഖം വരിക, ഭാര്യപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുക, വാക്കുതരങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുക. 11 ചൊവ്വയാണ്, കിട്ടേണ്ട പൈസ കിട്ടാതിരിക്കുക, നമുക്ക് ലഭിക്കണം എന്ന് വിചാരിച്ച കാര്യം കിട്ടില്ല, ആഗ്രഹിച്ച കാര്യം കിട്ടാതിരിക്കുക, ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അപ്പോൾ ഇവർ ഭജിക്കേണ്ടതാണ് സുബ്രഹ്മണ്യ സ്വാമി പ്രാർത്ഥിക്കുക, മഹാദേവനെ പ്രാർത്ഥിക്കുക, ഹനുമാനെ പ്രാർത്ഥിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾക്ക് ശബരിമലയ്ക്ക് പോവുക. ആണുങ്ങളാണെങ്കിൽ ശബരിമലയ്ക്ക് പോകാം, കൊല്ലത്തൊഴി ശബരി, ഇതൊക്കെ പോയി കഴിയുമ്പോൾ അവരുടെ കാര്യത്തിൽ സമാധാനം ഉണ്ടാവും. ഇനി അടുത്താണ് ഇപ്പം കന്നിരാശിയിൽ വരുന്നത് ഉത്രത്തിൽ അവസാനം, അത്തം, ചിത്തിരാദ്യം. ഇനി തുലാൻ രാശിയാണ് വരുന്നത്. തുലാൻ രാശിയിൽ ചിത്തിര അവസാനം, ചോതി, വിശാഖമാദ്യം. ഇവരെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടങ്ങളുടെ സമയമായിരുന്നു, കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവർക്ക് വരുമ്പോൾ വ്യാഴം അനുകൂലമായിട്ട് വരും, ശനി കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു തർക്കയുടെ സാമാന്യന ബുദ്ധിമുട്ടില്ലാത്ത സമയമാണ് തുലാം രാശിക്കാർക്ക് വരാൻ പോകുന്നത്. എങ്കിലും അവരെപ്പോഴും ആ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ, പ്രാർത്ഥന, ഇതൊക്കെ ചെയ്യണം. ദശാപഹാര ചിത്രകാലങ്ങളും നമ്മൾ ചിന്തിച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. എല്ലാം നല്ലതായതുകൊണ്ട് നല്ലതാവണില്ല. ദശാപഹാര ചിത്രകാലങ്ങൾ എന്താണെന്നും കൂടി ചിന്തിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി അടുത്ത രാശിയാണ് വൃശ്ചികൻ രാശി. വൃശ്ചികൻ രാശിക്കാർക്ക് വിശാഖം അവസാനം,
അനിടം, തൃക്കേട്ട വൃക്ഷസന്ധിയാണ്. ഇവർക്ക് ഇത്ര നാളും കഷ്ടത്തിലായിരുന്നവർ കണ്ടകശനിയായിട്ട് രോഗങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കഴിഞ്ഞിപ്പോൾ ഇവർക്ക് സമാധാനം വരാൻ പോവാം. ഇപ്പോൾ 5-ലേക്കാണ് ശനി വരാൻ പോകുന്നത്. വ്യാഴം അത്ര വ്യാഴം വരും 9-ലേക്ക് വരും. വ്യാഴവും നല്ലതാണ്. അപ്പോൾ ഈ വക വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സമയം, വലിയ പ്രശ്നമൊന്നുമില്ലാത്ത സമയം. എങ്കിലും മക്കളെ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം 9-ലെ ചൊവ്വ വരെ നീചത്തിൽ വരെയല്ലേ. അപ്പോൾ മക്കളെ കൊണ്ട് സമാധാനക്കുറവുണ്ടാവും. സുബ്രഹ്മണ്യനെ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഭദ്രകാളിയെ പ്രാർത്ഥിക്കുക. ഇതെല്ലാം ചെയ്താൽ അവരുടെ കാര്യം ചെയ്യാം. ഇനി അടുത്ത രാശിയാണ് ധനുരാശി. ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടം, ആദ്യഭാഗം. ഇവരെ സംബന്ധിച്ച് വ്യാഴം 7-ാം ഭാവത്തിൽ നിന്ന് വൃത്തിസന്ധിക്ക് വരിക നല്ലതാണ്. പക്ഷെ കണ്ടകശനി വരാൻ പോവുക. കണ്ടകശനി വരും. കണ്ടകശനി എന്ന് പറയുമ്പോൾ പ്രായമുള്ളവർക്ക്, ചെറുപ്പക്കാർക്കാണെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ വിദ്യാഭ്യാസ തടസ്സം, മധ്യമായിട്ടുള്ള ചെറുപ്പക്കാർക്കാണെങ്കിൽ ജോലിയിലെ പ്രശ്നങ്ങൾ, കുടുംബ സമാധാനം ഇല്ലായ്ക, അമ്മയ്ക്ക് അസുഖം. ഇനി പ്രായമുള്ളവർക്കാണെങ്കിൽ അവർക്ക് കുടുംബത്തിൽ സമാധാനമില്ല, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, അസുഖങ്ങൾ, കാലുവേദന, കാലുനീര് വരെ ഇതൊക്കെ ഉണ്ടാവും. കാരണം ശനി നിൽക്കുന്ന പാദത്തിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ വ്യാഴം അവർക്ക് അനുകൂലമാണ്, കുഴപ്പമില്ല. പക്ഷേ അഷ്ടമത്തിൽ ചൊവ്വ നീചത്തിൽ നിൽക്കുന്നത് രക്തസംബന്ധമായ രോഗങ്ങൾ വരാൻ, പ്രഷറൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവരെന്താ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ശനിയാഴ്ച തോറും വ്രതമെടുക്കുക, ഒരിക്കലും എടുക്കുക. വ്രതം എടുക്കണ്ട, രോഗങ്ങളെ പറ്റില്ലല്ലോ. ശനിയാഴ്ച വരും മത്സ്യമാംസം അത് കഴിക്കാതെ വ്രതം എടുക്കുക. രാവിലെ കുളിച്ച് വൃത്തിയായിട്ട് ശിവക്ഷേത്രത്തിലോ ശാസ്താക്ഷേത്രത്തിലോ പോയി തൊഴുക, ഹനുമാനെ പ്രാർത്ഥിക്കുക, സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയെ പ്രാർത്ഥിക്കുക. ഇങ്ങനെയൊക്കെ ചിട്ടയ്ക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യം ശരിയായിരിക്കും. ഇനി മകരരാശി, അവർക്ക് നല്ല സുവർണ്ണ കാലമാണ്, നല്ല കാര്യമാണ്. എങ്കിലും വ്യാഴം പോരാ, വ്യാഴം 6-ലാണ് നിൽക്കുന്നത്. എന്നുവെച്ചാലും ശനി 7 ശനി പോയി. ഇനി കുറച്ച് നാളത്തേക്ക് സമാധാനമുള്ള സമയമാണ് അവർക്ക്, മകരക്കൂറുകാർക്ക്. അതായത് ഉത്രാടം അവസാനം, തിരുവോണം, അവിട്ടമാദ്യം, ഈ പാതകൾക്ക് ഇത്ര നാൾ അനുഭവിച്ചത് 7 ശനി മാറി. ഇനി അവർക്കൊരു ഐശ്വര്യം വരാൻ പോവുകയാണ്. പിന്നെ വരുന്നത് കുംഭക്കൂറുകാർ അനുഭവിക്കാത്ത ഒന്നുമില്ല. ജന്മശനിയായിരുന്നു. രോഗാവസ്ഥകൾ, ദുരിതങ്ങൾ, മരണങ്ങൾ, ഇങ്ങനെ ഉണ്ടായ കാര്യങ്ങൾ, സ്ട്രോക്ക് വരിക, അറ്റാക്ക് വരിക, അങ്ങനെ പല കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. അതായത് അവിട്ട അവസാനം, ചതയം, പുരുട്ടാതി ആദ്യം, ഈ അവസ്ഥ. ഇവർക്ക് ഇനി വരാൻ പോകുന്നത് 2-ാം ഭാവത്തേക്ക് ശനി വരുന്നത്. വ്യയം വരുമെങ്കിലും വലിയ പ്രശ്നമില്ല, വലിയ പ്രശ്നമൊക്കെ തീർന്നു. വ്യാഴം 5-ലാണ് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. ഇനി അടുത്തതാണ് ലാസ്റ്റ്, പൂരുട്ടാതി അവസാനം, ഉത്രട്ടാതി, രേവതി. ഈ നക്ഷത്രക്കാർക്ക് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ജന്മശനിയാണ്. രോഗങ്ങൾ, ദുരിതങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ബലപ്രയാസങ്ങൾ ഇതെല്ലാം വന്നുകൂടുന്ന സമയമാണ് ഇവർക്ക് വരുന്നത്. അപ്പോൾ ഇവരെന്താ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ശിവക്ഷേത്രത്തിൽ പോവുക, പ്രാർത്ഥിക്കുക. 3 മാസത്തിലൊരിക്കൽ തേൻ കൊണ്ട് ധാര മഹാദേവന് ചെയ്താൽ രോഗദുരിതങ്ങളൊക്കെ മാറും. ഇനി വിദ്യാതടസ്സങ്ങളൊക്കെ ആണെങ്കിൽ സരസ്വതി ദേവിക്ക് വഴിപാട് കഴിക്കുക, ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കാം, ഇതെല്ലാം. പിന്നെ ഏറ്റവും ഉപരിയായിട്ട് പഴനി കൊല്ലത്തിലേക്കെങ്കിലും ശബരിമലയ്ക്കോ പഴനിക്കോ പോവുക. ശബരിമലയ്ക്ക് പുരുഷന്മാർക്ക് പോവാം, സ്ത്രീകൾക്ക് പോകാം. പഴനിയിൽ ശബരിമലയ്ക്കും കൊല്ലത്തിലേക്കും പോവുകയാണെങ്കിൽ ഈ വക പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ പരിഹാരം ഉണ്ടാവും. ആണ് ശനിയുടെ മാറ്റത്തെ പറ്റിയുള്ളത്. ഈ സാധാരണ രീതിയിൽ ശനി എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഭയമാണ്. അതായത് ജന്മശനി, 7-2 ശനി, കണ്ടകശനി എന്ന പല രീതിയിൽ പല ആൾക്കാർ ഒരു പേടിപ്പിച്ചും അല്ലെങ്കിൽ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് പോകുന്ന ആൾക്കാരും ഉണ്ട്. നമുക്ക് ഈ ശനി മൊത്തത്തിൽ ബാധിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ഇതൊരു ഭയമാണല്ലോ, എന്നെ ബാധിക്കുമോ എന്നൊരു ഭയമാണ് എൻ്റെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബാധിക്കാതിരിക്കാൻ കോമൺ ആയിട്ട് ശനിയെ പ്രീതിപ്പെടുത്താൻ ചെയ്യേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാമോ? ശനിയെ പ്രീതിപ്പെടുത്താൻ പങ്ക്ച്വാലിറ്റിയാണ് ഏറ്റവും വലുത്. രാവിലെ കുളിക്കുക, വൃത്തിയുള്ള വസ്ത്രം, ഞാൻ പറഞ്ഞു നേരത്തെ, വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, അഴുക്കുള്ള വസ്ത്രങ്ങൾ, ചെരുപ്പ് 3 മാസം വയ്ക്കും അല്ലെങ്കിൽ 6 മാസം വയ്ക്കും ചെരുപ്പ് മാറ്റുക, കറുത്ത ചെരുപ്പ് വാങ്ങിക്കാതിരിക്കുക. കറുപ്പിലാണ് ഇത് ശരി കയറി പിടിക്കുക, കറുത്ത് കഴിവതും ഒഴിവാക്കുക. നീല ഉപയോഗിക്കാം. പിന്നെ ശനിദോഷം വരാതിരിക്കാനായിട്ടൊരു തിലകമുണ്ട്, ഞാൻ ഉണ്ടാക്കാറുണ്ട്. ആ തിലകം തൊട്ടാലും ശനിദോഷം വയ്ക്കും. രാവിലെ കുളിച്ചാൽ തിലകം തൊട്ട് കഴിഞ്ഞാൽ ശനിദോഷത്തിനൊരു പരിഹാരമുണ്ട്. അതുണ്ട്. അത് ഇപ്പോൾ പറയാൻ പറ്റില്ലല്ലോ, നമ്മൾ ഉണ്ടാക്കണം. പ്രാർത്ഥിച്ചും കുറച്ച് ഉപാസനയൊക്കെ വേണം, കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അത് ചെയ്യാം. പിന്നെ ദാനധർമ്മങ്ങൾ ചെയ്യും. കാക്കയ്ക്ക് ചോറ് കൊടുക്കുക, ഏറ്റവും നല്ല. ശനിയാഴ്ച തോറും കാക്കയ്ക്ക് കുറച്ച് എള്ളും നെയ്യും കൂടി ചേർത്ത് കാക്കയ്ക്ക് ചോറ് കൊടുത്താൽ ഈ ദോഷങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ശനിയാഴ്ച ചെയ്യേണ്ടതാണ് ദാനധർമ്മങ്ങൾ. വസ്ത്രം ദാനം കൊടുക്കുക, പാവപ്പെട്ടവർക്ക് വസ്ത്രം കൊടുക്കുക.
ഉം, വീട്ടിലുള്ള ജോലിക്കാർക്ക് എണ്ണ വസ്ത്രമൊക്കെ കൊടുക്കുക. നമ്മൾ കൊടുക്കും അല്ലെങ്കിലും എണ്ണ വസ്ത്രം, എണ്ണ ദാനം നല്ലതാണ്. എണ്ണ നമ്മൾ നിഴൽ നോക്കിയിട്ട് അഭിഷേകത്തിൽ കൊടുത്തത് നല്ലതാണ്. ഓ തുപ്പലം തെറിക്കരുത്. എണ്ണ ഒരു പാത്രത്തിലെടുത്ത് നമ്മൾ നമ്മുടെ ചായ വിരലിൽ നോക്കുക. ചായ നോക്കിയിട്ട് അഭിഷേകത്തിൽ കൊടുത്താൽ വളരെ നല്ലതാണ്. കൃഷ്ണനായാലും ഏതൊരു അമ്പലത്തിലായാലും നമുക്ക് ചെയ്തതല്ല. കൃഷ്ണൻ, ശ്രീകൃഷ്ണന്, മഹാദേവന്, ഇവരൊക്കെയാണ് സാധാരണ. സുബ്രഹ്മണ്യ സ്വാമിക്ക് എണ്ണ ആടൽ ഭയങ്കര വിശേഷമാണ്. ഇത് ചെയ്ത് നമുക്ക് വരുന്ന രോഗദുരിതങ്ങളൊക്കെ പോകും. പിന്നെ 3 മാസം ഒരിക്കൽ ഞാൻ പറഞ്ഞു നേരത്തെ, തേൻ കൊണ്ട് ധാര കഴിക്കുക. അസ്വസ്ഥതയുള്ള ആൾക്കാണെങ്കിൽ മാസത്തിലൊരിക്കൽ ചെയ്യാം. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒരുപാട് രോഗദുരിതം ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ ശിവനെയും ഗുരുവായൂരപ്പനെയും പിടിക്കണം. അതെന്താ വിചാരിച്ചാൽ, ഈ സൂര്യൻ്റെ പ്രതിമ മേടിക്കുക, വെള്ളിപ്രതിമ, ഒരു പിടി നാണയം കൂടി ചേർത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഈ രോഗങ്ങളൊക്കെ മാറ്റിത്തന്നെ ഭഗവാനെ മഹാദേവ എന്ന് വിചാരിച്ച് ഒരു ഡബയിലിട്ട് വയ്ക്കുക. ദിവസവും ഓരോ നാണയം ഇട്ട് വയ്ക്കുക. വയ്യെങ്കിൽ വേറെ ആളിട്ട് വയ്ക്കാം. അതേപോലെ തന്നെ ഗുരുവായൂരപ്പൻ വിചാരിച്ച് പശുവും കിടാവും ഒരു പിടി നാണയം കൂടി ചേർത്ത് വേറെ ഡബയിലിട്ട് വയ്ക്കുക. ഡെയിലി ഓരോ നാണയം ഇട്ട് വയ്ക്കുക. അത് 41 ദിവസം കഴിയുമ്പോൾ ഈ ശിവൻ്റെ സൂര്യൻ്റെ ഇട്ടിരിക്കുന്നത് ഒരു കറുത്ത പട്ടിൽ പൊതിഞ്ഞ് ശിവക്ഷേത്രത്തിൽ സമർപ്പിച്ച് മൃത്യുഞ്ജയ ഹോമം ചെയ്യുക. ഗുരുവായൂരപ്പനിട്ടിരിക്കുന്നത് അത് ഒരു മഞ്ഞപ്പട്ടിലാക്കി ഗുരുവായൂർ കൊണ്ട് സമർപ്പിച്ച് പാൽപ്പായസം കഴിപ്പിച്ച് തുലാഭാരം. ഒരുപാട് അസുഖം ഉണ്ടെങ്കിൽ ചേന കൊണ്ട് തുലാഭാരം കഴിക്കാം. ആളുടെ അസുഖം മാറിക്കിട്ടിരിക്കുക, ആൾ ആക്റ്റീവ് ആവുമെന്ന് ഉറപ്പുള്ള കാര്യം അത്. ഇതാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം. ശനിയും വ്യാഴപ്പഴയാണല്ലോ പ്രധാനം. നമുക്ക് പ്രധാനമായിട്ട് നോക്കുക ശനിയും വ്യാഴമാണല്ലോ. പിന്നെ ചൊവ്വയുടെ ദോഷത്തിന്, ചൊവ്വ നീചത്തിലാണല്ലോ ഇപ്പോൾ. അപ്പോൾ ചൊവ്വ നീചത്തിൽ വരുമ്പോൾ കൊടുങ്ങല്ലൂരമ്മയ്ക്ക് ദേവീ മഹാത്മ്യത്തിലെ 4-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ ശ്ലോകമുണ്ട്. ശൂലേന പാഹിനോതി ഖഡ്ഗേന ജാമ്പിക എന്ന് നമ്മൾ ആ മന്ത്രം ജപിച്ച് 108 കുരുമുളക് എടുത്ത് ഓരോ കുരുമുളകും മന്ത്രം ജപിച്ച് ഡബലിട്ട് വയ്ക്കുക. ഒരു ദിവസം 108 കുരുമുളക്. അങ്ങനെ 21 ദിവസം ഇട്ട ശേഷം ഇത് അവസാനം ഒരു ചുവന്ന പട്ടി കെട്ടി കൊടുങ്ങല്ലമ്മയുടെ നടത്തി സമർപ്പിച്ച് ഒരു രക്തപുഷ്പാഞ്ജനം കഴിച്ച് അവർക്ക് ശത്രുദോഷവും ദുരിതങ്ങളും പോയി കിട്ടും. കുടുംബപരമായിട്ടൊക്കെ ദുരിതങ്ങൾ പോയി കിട്ടും. ഏറ്റവും നല്ലത് വലിയൊരു അറിവാണ്. കാരണം ഇത് ഈ പറയുന്ന ശനിയുടെ സമയങ്ങളിലാണ് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്നത്. അതെ, ശത്രുദോഷം വരുന്നത്. അതായത് ഇപ്പോൾ 2025 അപ്പോൾ എല്ലാവർക്കും ശനി നല്ലൊരു 2025 പ്രശ്നമുണ്ട്. കാരണം ടോട്ടൽ ചെയ്യുമ്പോൾ 9 ചൊവ്വയാണ്. ചൊവ്വ രക്തത്തെയും വഴക്കിനെയും ബഹളത്തെയും സൂചിപ്പിക്കുന്നതാണ് ചൊവ്വ. ആ ചൊവ്വ ഇപ്പോൾ നീചത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്നും നമ്മൾ സുബ്രഹ്മണ്യനെ പ്രാർത്ഥിക്കണം. ഓം ശരവണ ഭവായ നമ നമ്മൾ ദിവസം ഒരു 9 പ്രാവശ്യം ചെല്ലണം. എങ്കിലാണ് നമുക്ക് അതിൻ്റെ എല്ലാവരും പ്രശ്നങ്ങളാണല്ലോ, അതിൽ നിന്ന് മോചിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ. മിണ്ടിക്കൊണ്ടിരിക്കും വഴക്ക്, സഹോദരന്മാർ തമ്മിൽ വഴക്ക് ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ് ഈ 2025. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. 2025 ഈ വരുന്ന ശനിയുടെ മാറ്റം, ഈ പറയുന്ന ജന്മശനി ഉണ്ടെങ്കിലും 7-2 ശനി ഉണ്ടെങ്കിലും കണ്ടശനി ഉണ്ടെങ്കിലും അവരുടെ ജീവിതത്തിൽ നല്ലത് മാത്രം വരട്ടെ. അതിലുപരി അവരുടെ രാശിക്കുട്ടിലെ എടുക്കുക, നല്ലൊരു ജ്യോതിഷവുമായിട്ട് കൺസൾട്ട് ചെയ്യുക. രാശി അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പോഴത്തെ ദശാകാലങ്ങൾ നോക്കിയതിന് ശേഷം നല്ലൊരു ജ്യോതിഷവുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ ജീവിതം സന്തോഷമായിട്ട് മുന്നോട്ട് പോകട്ടെ. നന്ദി, നമസ്കാരം. ആയിക്കോട്ടെ.